ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു പുതിയ സീരീസാണ് തുടങ്ങാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് ഏറ്റവും യോജിച്ച കരിയർ ഏതൊക്കെയാണ് എന്ന് നക്ഷത്രം ബേസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. പക്ഷേ ഇത് തന്നെയാണ് ഞാൻ ഡയറക്റ്റ്ലി സജസ്റ്റ് ചെയ്യുന്നത് എന്നതല്ല. ഈ നക്ഷത്രം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എനർജി കൊടുക്കാൻ പറ്റുന്ന കരിയർ ഫീൽഡ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് എന്നുള്ള ഒരു ഗൈഡൻസ് പോലെ മാത്രമാണ് ഈ സീരീസ് ഞാൻ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഓർഡർ ലെവലിൽ തന്നെയാണ് പോകുന്നത്. അശ്വതി മുതൽ രേവതി അങ്ങനെയാണ് പോകുന്നത്. സോ ഇന്നത്തെ ഓഡിയോയിൽ നമ്മൾ അശ്വതി നക്ഷത്രത്തിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. അതായത് അശ്വതി നക്ഷത്രത്തിൻ്റെ യോജിച്ച കരിയർ ഏതൊക്കെയാണ്. സോ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. അതായത് മറ്റുള്ളവർ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവർ പ്രവർത്തിച്ചു തുടങ്ങും. പുതിയ വഴികൾ പരീക്ഷിക്കാനും പ്രശ്നങ്ങൾക്ക് വേഗത്തിൽ പരിഹാരം കണ്ടെത്താനും ഇവർക്ക് സ്വാഭാവികമായ കഴിവുണ്ട്. അപ്പോൾ മനഃശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കിയാൽ ആ ഒരു ലെൻസ് കൂടെ നോക്കിയാൽ അശ്വതി നക്ഷത്രക്കാർക്ക് പുതിയ അനുഭവങ്ങൾ ഇഷ്ടമാണ്. ഒരേ രീതിയിലുള്ള ജോലികൾ ദീർഘകാലം ചെയ്യുന്നത് ഇവർക്ക് ബോറടിച്ചേക്കാം. അതുകൊണ്ട് തന്നെ വേഗത്തിലുള്ള തീരുമാനങ്ങളും വെല്ലുവിളികളും നിറഞ്ഞ തൊഴിൽ മേഖലകളിലാണ് ഇവർ കൂടുതൽ തിളങ്ങാൻ പോകുന്നത്. അതായത് ആരോഗ്യരംഗം, എമർജൻസി മെഡിസിൻ, ഫിസിയോതെറാപ്പി, സൈക്കോളജി, കൗൺസിലിംഗ്, ലൈഫ് കോച്ചിങ്, സ്പോർട്സ് മേഖല മൊത്തം, സ്റ്റാർട്ടപ്പ്, ഡിജിറ്റൽ ബിസിനസ്, ഇങ്ങനെ തുടങ്ങിയ മേഖലകൾ അശ്വതി നക്ഷത്രത്തിൻ്റെ സ്വഭാവവുമായി നല്ല രീതിയിൽ പൊരുത്തപ്പെടും. അപ്പോൾ നിങ്ങളുടെ എനർജി ഇങ്ങനത്തെ ഫീൽഡിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതിന് റിസൾട്ട് എന്ന് പറയുന്നത് നല്ല രീതിക്ക് നിങ്ങൾക്ക് റിഫ്ലക്റ്റ് ചെയ്യും. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വേഗത്തിൽ തുടങ്ങുന്ന അതേ ആവേശത്തിൽ ചിലപ്പോൾ കാര്യങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ സ്ഥിരതയോടെ ക്ഷമയും വളർത്തിയെടുക്കുകയാണെങ്കിൽ വലിയ വിജയങ്ങൾ നേടാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും. ഹോപ്പ് ദിസ് ഹെൽപ്ഡ്. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത നക്ഷത്രമായി നമുക്ക് കാണാം. അതുവരെ ബൈ.